അല്ലേ അങ്ങനെ നമ്മുടെ ബയോളജി എക്സാമിനേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ വളരെ ഹാപ്പിയാണ് ഞാൻ, കാരണം നമ്മൾ പറഞ്ഞതൊക്കെ തന്നെയാണ് എക്സാമിനേഷൻ വന്നിരിക്കുന്നത്. നമുക്ക് ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ്, ചില ക്വസ്റ്റ്യൻസ് ഒക്കെ അതുപോലെ തന്നെ ചോദിച്ചിട്ടുണ്ട്. സോ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എഴുതി കാണും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വരുന്ന ഒരു ഡൗട്ട് ആയിരിക്കും, കറക്റ്റ് ആയിട്ടാണോ എഴുതിയതൊക്കെ ശരിയായ ആൻസർ ആണോ എന്നുള്ളത് അല്ലേ. അങ്ങനെയെങ്കിൽ നമുക്ക് വേഗം ശരിയായ ഉത്തരം നിങ്ങൾ എന്താണ് എഴുതേണ്ടിയിരുന്നത് എന്നുള്ളത് വേഗം നോക്കിയാലോ. യെസ്, ടെൻഷൻ ആക്കുന്നില്ല, വേഗം ആൻസറിലേക്ക് നമുക്ക് പോകാം. വിച്ച് കിങ്ഡം ഇൻക്ലൂഡ്സ് മൾട്ടി സെല്ലുലാർ ഹെറ്ററോട്രോഫിക് ഓർഗാനിസം വിത്ത് കൈറ്റിൻ ഇൻ ദെയർ സെൽ വാൾ? ആ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, കിങ്ഡം ആകെ 5 കിങ്ഡേ നമുക്ക് പഠിക്കാനുള്ളൂ. സോ അതിനകത്ത് മൾട്ടി സെല്ലുലാർ എന്ന് പറയുമ്പോൾ ആദ്യത്തെ 2 കിങ്ഡം അങ്ങ് പോയി കിട്ടി. മൾട്ടി സെല്ലുലാർ അപ്പോൾ ഫംഗൈ തൊട്ട് ആലോചിച്ചാൽ മതി. അതിൽ തന്നെ ഹെറ്ററോട്രോഫിക് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ മനസ്സിലേക്ക് ഓടിയെത്തി. പിന്നെ കൈറ്റിൻ എന്നും കൂടി പറഞ്ഞിട്ടുള്ളത് കൊണ്ട് ഉറപ്പിക്കാം ദി ആൻസർ ഈസ് ഫംഗൈ. സോ ഫംഗസ് ആണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത്. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫംഗസ് ആയിരിക്കും കേട്ടോ. ഇറ്റ് ഈസ് ഫംഗൈ. Okay, clear. So next question like പോകാം. Which plant group has vascular tissue but no seeds? Vascular tissue ഉണ്ട്. ആദ്യമായിട്ട് vascular tissue കാണിക്കുന്നതിന്റെ pteridophytes ആണ്. അവർക്കാണെങ്കിൽ സീഡും ഇല്ല. അപ്പോൾ കറക്റ്റ് ആൻസർ ഏതായിരിക്കും? Pteridophytes. Option C is the right answer. Next, the type of venation found in dicot leaves. Dicot leavesൽ കാണപ്പെടുന്ന venation എന്ന് പറയുന്നത് it is reticulate venation. കാരണം parallel venation, reticulate venation. Okay, parallel venation ആരിലാ കാണപ്പെടുന്നത്? That is found in monocots. അപ്പോൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ നമുക്ക് കിട്ടി. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഒബ്സർവ് ദ റിലേഷൻ വെച്ചിട്ട് എഴുതാനാണ്. മിയോസിസ് 1 എന്ന് പറയുന്നത് റിഡക്ഷൻ ഡിവിഷൻ ആണെങ്കിൽ മിയോസിസ് 2 എന്ന് പറയുന്നത് മൈറ്റോസിസ് പോലെയുള്ള ഇക്വേഷണൽ ഡിവിഷൻ ആണ്. സോ ഇറ്റ് ഈസ് ഇക്വേഷണൽ ഡിവിഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നെയിം ദ മെരിസ്റ്റം റെസ്പോൺസ് ഫോർ പ്രൈമറി ഗ്രോത്ത് ഓഫ് ദി പ്ലാന്റ്സ്. ഏത് മെരിസ്റ്റമാണ് പ്രൈമറി ഗ്രോത്തിന് സഹായിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എപ്പിക്കൽ മെരിസ്റ്റം എന്ന് എഴുതാം. ഇന്റർ കാലറി മെരിസ്റ്റവും ഉണ്ട്. സോ കറക്റ്റ് എപ്പിക്കൽ മെരിസ്റ്റം എന്ന് എഴുതിയാലും മതി. യു വിൽ ഗെറ്റ് മാർക്സ്. 1 മാർക്ക് അല്ലേ കിട്ടിക്കോളൂ. വാട്ട് കോസസ് റെഡ് ടൈഡ്? ഇന്ന് രാവിലെയും കൂടെ നമ്മൾ പറഞ്ഞായിരുന്നു. റെഡ് ടൈഡിന്റെ കാരണക്കാരൻ എന്ന് പറയുന്നത് ഗോണി അലക്സ് ആണ്. ആൻഡ് ഗോണി അലക്സ് എന്ന് പറയുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരാളാണ്. കാരണം അയാൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോക്സിക് സബ്സ്റ്റൻസ് ആ ഫിഷിനെയൊക്കെ അല്ലെങ്കിൽ കടലിലുള്ള ജീവികളെ കൊന്നുകളയും. സോ ടോക്സിക് ആയതുകൊണ്ട് തന്നെ കടൽ ജീവികൾ എന്ത് ചെയ്യും? ചത്തു പൊങ്ങാറുണ്ട്. സോ അതാണ് അതിന്റെ ടോക്സിക് ഇഫക്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഹെറ്ററോസ്പോറി? നെയിം 2 pteridophytes that show these features. ഹെറ്ററോസ്പോറി എന്ന് പറഞ്ഞാൽ 2 types of spores, ഒരു വലുതും ചെറുതും ഒക്കെ ആയിട്ട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സ്പോർസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് ഹെറ്ററോസ്പോറി എന്ന് പറയുന്നത്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന 2 pteridophytes നമുക്ക് പഠിക്കാനുള്ളത്, സെലാജിനല്ല, സാൽവീനിയ. Next question, mention 2 differences between vascular bundles of dicot and monocot stem. സ്റ്റെമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഡൈക്കോട്ട് സ്റ്റെമ്മിലാണെങ്കിൽ അതിൽ റിംഗ് ടൈപ്പ് അറേഞ്ച്മെന്റ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ മോണോകോട്ടിൽ സ്കാറ്റേർഡ് അറേഞ്ച്മെന്റ് ഓഫ് വാസ്കുലർ ബണ്ടിൽസ് ആണ്. അതുപോലെ ഡൈക്കോട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓപ്പൺ ടൈപ്പ് ആയിട്ടുള്ള, അതായത് ഇനിയും സെക്കൻഡറി ഗ്രോത്തിന് പോസിബിൾ ആണ്. അപ്പോൾ ഓപ്പൺ ടൈപ്പ് വാസ്കുലർ ബണ്ടിൽസ് ആണ് അവിടെ ഉള്ളത്. പക്ഷേ മോണോകോട്ടിലാണെങ്കിൽ അവിടെ ക്ലോസ്ഡ് ടൈപ്പ് വാസ്കുലർ ബണ്ടിൽസ് ആണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ബുള്ളിഫോം സെൽസ്? സ്റ്റേറ്റ് ഇറ്റ്സ് ഫംഗ്ഷൻ. ബുള്ളിഫോം സെൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാർജ് എംപ്റ്റി സെൽസ് ഫൗണ്ട് ഇൻ ദി ലീവ്സ് ഓഫ് മോണോകോട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബുള്ളിഫോം സെൽസ്. അവര് വാട്ടർ ഷോർട്ടേജ് ഉണ്ടാകുന്ന സമയത്ത് ഈ സെല്ലുകളെ കേൾ ചെയ്തിട്ട് വാട്ടർ ലോസ് നിന്നും സംരക്ഷിക്കുന്നു. അതാണ് അതിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. ഐഡന്റിഫൈ ദ പ്ലാസ്റ്റിഡ്. ഈ കാണുന്നത് ഏതാ? ക്ലോറോപ്ലാസ്റ്റ് ആണ് ഈ തന്നിരിക്കുന്നത്. ഇറ്റ് ഈസ് ക്ലോറോപ്ലാസ്റ്റ്. ലേബൽ ദ പാർട്സ് എ ആൻഡ് ബി. എ എന്ന് പറയുന്നത് ഗ്രാനയാണ് ആൻഡ് ബി എന്ന് പറയുന്നത് സ്ട്രോമയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ടൈപ്പ് ഓഫ് റൈബോസോംസ് ആർ ഫൗണ്ട് ഇൻ ദീസ് പ്ലാസ്റ്റിഡ്സ്? മൈറ്റോകോൺട്രിയയിലും ക്ലോറോപ്ലാസ്റ്റിലും ഒക്കെ കാണപ്പെടുന്നത് 70S റൈബോസോംസ് ആണ്. സോ 70S is the right answer. Next question, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ഇൻ ദ ഫ്ലോ ചാർട്ട് ആണ് ക്വസ്റ്റ്യൻ. അതിൽ നമുക്ക് നോക്കാം. എൻഡോ മെംബ്രെയിൻ സിസ്റ്റം ആണ്. അപ്പോൾ അതിനകത്ത് വരുന്ന എൻഡോപ്ലാസം റെറ്റിക്കുലം വരുന്നുണ്ട്, ഗോൾഗി അപ്പാരറ്റസ് വരുന്നുണ്ട്, ലൈസോസോംസ് അവിടെ തന്നിട്ടുണ്ട്, പിന്നെ വരുന്നത് വാക്യൂൾസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓർഗനലെ പൊസസ് ഹൈഡ്രോളിറ്റിക് എൻസൈം? ഇതിൽ ഹൈഡ്രോലൈറ്റിക് എൻസൈംസ് ഉള്ളത് ലൈസോസോംസിലാണ്. ലൈസോസോംസ് കണ്ടെയ്ൻസ് ഹൈഡ്രോലൈറ്റിക് എൻസൈംസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡ്യൂറിംഗ് ഫോട്ടോസിന്തസിസ് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷൻ photosynthetic carbon dioxide fixation, certain plants produce PGA, phosphoglyceric acid, as the first stable product. Name such plants. അത്തരം ചെടികളെ നമ്മൾ എന്താ വിളിക്കുന്നത്? C3 plants എന്ന് വിളിക്കും. Who reported this pathway? C3 cycle കണ്ടുപിടിച്ചത് ആരാ? കാൽവിൻ. അതുകൊണ്ടാണ് നമ്മൾ അതിനെ കാൽവിൻ സൈക്കിൾ എന്ന് വിളിക്കുന്നത്. What is the enzyme for carboxylation? C3 സൈക്കിളിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷന് വേണ്ടി ഉപയോഗിക്കുന്നത് റുബിസ്കോ എന്ന് പറയുന്ന എൻസൈം ആണ്, അല്ലെ? റുബിസ്കോ. Then which is the primary carbon dioxide acceptor in this pathway? ഉറപ്പായിട്ടും അത് RUBP ആണ്. RUBP ആണ് കാർബൺ ഡൈ ഓക്സൈഡിനെ സ്വീകരിക്കുന്ന ആൾ. കാർബൺ ഡൈ ഓക്സൈഡ് അക്സെപ്റ്റർ എന്ന് പറയുന്നത് RUBP ആണ്. Next question, what is the respiratory quotient? It is the ratio between the volume of carbon dioxide evolved divided by volume of oxygen utilized. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ബൈ ഓക്സിജൻ ആണ്. ആ റേഷ്യോനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? റെസ്പിറേറ്ററി ക്വോഷ്യന്റ് എന്ന് വിളിക്കുന്നത്. നെയിം, ആ ഫോർമുല എഴുതിയാലും മതി കേട്ടോ, മാർക്ക് തരും.
നെയിം എനി 2 സബ്സ്ട്രേറ്റ് യൂസ്ഡ് ഫോർ റെസ്പിറേഷൻ ഉപയോഗിക്കുന്ന ഗ്ലൂക്കോസ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, പ്രോട്ടീൻ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്, ലിപ്പിഡ്സ് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഇതൊക്കെ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എഴുതാം കേട്ടോ. നെക്സ്റ്റ്, മെൻഷൻ 2 കോമ്പൗണ്ട്സ് produced during Krebs cycle from which ATP can be synthesized through oxidative phosphorylation. Oxidative phosphorylation വഴി നമുക്ക് ATP ആക്കി മാറ്റാൻ പറ്റുന്ന ഏതെങ്കിലും ഒരു കോമ്പൗണ്ട് ക്രെബ്സ് സൈക്കിളിൽ ഉണ്ടാക്കുന്നുണ്ടോ, അതിൽ TCA സൈക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ട്. NADH പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, FADH2 പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ക്രെബ്സ് സൈക്കിളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഹൗ മെനി മോളിക്യൂൾസ് ഓഫ് ATP ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഫ്രം ഈച്ച് ഓഫ് ദീസ് കോമ്പൗണ്ട്സ്? ഇപ്പൊ NADH നിന്നാണെങ്കിൽ നമുക്ക് 3 ATP പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ FADH2 നിന്നാണെങ്കിൽ നമുക്ക് 2 ATP പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, choose the appropriate function from the bracket and filling the blanks against each plant hormone in the table. Okay, ഓക്സിനുമായി ബന്ധപ്പെട്ട് ഇവിടെ തന്നിരിക്കുന്നത് ഇൻഡ്യൂസ് പാർത്തനോകാർപ്പി എന്നുള്ളതാണ്. ഇൻഡ്യൂസ് പാർത്തനോകാർപ്പി ആണ് ആർക്ക് വരുന്നത്? ഓക്സിന് വരുന്നത്. രണ്ടാമത്തെ ജിബർലിന്റെ മറ്റേ ഇന്റർനോഡൽ ലെങ്ത് ഇൻക്രീസ് ചെയ്യുന്നതാണ് അല്ലെ. അപ്പൊ ഷുഗർ കെയിന്റെ ഓപ്ഷൻ ആണ് ഇന്റർനോഡൽ ലെങ്ത് ഇൻക്രീസ് ഇൻ ദ ലെങ്ത് ഓഫ് സ്റ്റെം ഇൻ ദ ഷുഗർ കെയിൻ ആണ് ജിബർലിന് വരുന്നത്. അടുത്ത സൈറ്റോകൈന്റെ പ്രത്യേകത, സൈറ്റോകൈൻ എന്ന് പറയുന്നത് എപ്പിക്കൽ ഡോമിനൻസ് ഓവർകം ചെയ്യാനായിട്ട് സഹായിക്കുന്നു. സോ ഓവർകം എപ്പിക്കൽ ഡോമിനൻസ്. ലാസ്റ്റ് എഥിലീൻ, പേര് ഇതുപോലെ തന്നെ റൈപ്പനിങ് ആണ്, ഗ്യാഷ്യസ് ഹോർമോൺ ആണ്. സോ റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സിന്റെ പഴുക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഗ്യാഷ്യസ് ഹോർമോൺ ആണ് എഥിലീൻ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. Plant growth generally is indeterminate. Evaluate the statement. Plant growth സാധാരണ ഇൻഡിറ്റർമിനേറ്റ് ആണ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? അതായത് പ്ലാന്റ്സ് ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ജീവിത അവസാനം വരെയും വളർച്ച ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും. അതൊരു അവസാനമില്ലാത്തൊരു വളർച്ചയാണ്. അതിന്റെ എപ്പിക്കൽ മെരിസ്റ്റംസ്, അതായത് ലൈക്ക് റൂട്ടിന്റെ ടിപ്സും ഷൂട്ട് ടിപ്പിലും മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി അവസാനം വരെയും എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ജീവിതത്തിന്റെ അവസാനം വരെയും അതിന് മെരിസ്റ്റമാറ്റിക് ആക്ടിവിറ്റി ഉള്ളത് കൊണ്ടാണ് അതിന്റെ ഗ്രോത്ത് ഇൻഡിറ്റർമിനേറ്റ് ആണ്, ഒരു അവസാനമില്ലാത്തതാണ് നമ്മൾ പറയാനുള്ള കാരണം. അല്ലെങ്കിൽ മെഷർ ചെയ്ത് തീർക്കാൻ പറ്റുന്നതല്ല, ഇന്ന് മെഷർ ചെയ്യുന്നതായിരിക്കില്ല നാളെ. അപ്പൊ അതിങ്ങനെ ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. Next question, diagram of mango fruit is given below. Observe the diagram, answer the following. Label the parts A and B. A എന്ന് പറയുന്നത് എപ്പികാർപ്പ് ആണ്, B എന്ന് പറയുന്നത് മീസോകാർപ്പ് ആണ്. നെക്സ്റ്റ്, സ്റ്റേറ്റ് ദ മീസോകാർപ്പ് നേച്ചർ ഓഫ് മാംഗോ ആൻഡ് കോക്കനട്ട്. മാംഗോയില് മീസോകാർപ്പ് എന്ന് പറയുന്നത് ഫ്ലഷി ആണ് ആൻഡ് എഡിബിളുമാണ് അല്ലെ, കഴിക്കാൻ പാകമുള്ളതാണ്. എന്നാൽ കോക്കനട്ടിലേക്ക് എത്തുമ്പോഴത്തേക്കും അത് വളരെ ഫൈബ്രസ് ആണ്, അല്ലെങ്കിൽ ഹാർഡ് ആണെന്ന് പറയാൻ നോൺ എഡിബിൾ ആണ്. അതാണ് പ്രത്യേകത. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ടൈപ്പ് ഓഫ് ഫ്രൂട്ട്സ് ആർ ഫൗണ്ട് ഇൻ മാംഗോ ആൻഡ് കോക്കനട്ട് ആൻഡ് സ്റ്റേറ്റ് ഇറ്റ്സ് പെക്യൂലിയാരിറ്റീസ്. മാംഗോയിലും കോക്കനട്ടിലും കാണപ്പെടുന്ന ഫ്രൂട്ടുകളെ മൊത്തത്തിൽ നമ്മൾ വിളിക്കുന്ന പേര് ഡ്രൂപ്പ് അല്ലെങ്കിൽ സ്റ്റോൺ ഫ്രൂട്ട്സ് എന്നാണ് വിളിക്കാറുള്ളത്. ഈ ഡ്രൂപ്പ് ഫ്രൂട്ടിന്റെ പ്രത്യേകത, അതിന് 3 ലെയറുകൾ കാണും. ഈ പറഞ്ഞ പോലെ എപ്പികാർപ്പ്, മീസോകാർപ്പ് ആൻഡ് എൻഡോകാർപ്പ് എന്ന 3 ലെയറുകൾ അവർക്ക് ഉണ്ടാകും. അതുപോലെ തന്നെ അതിനകത്ത് കുറച്ച് ഹാർഡ് ആയിട്ടുള്ള ഒരു സ്റ്റോണി ലെയർ അതിനകത്ത് ഉണ്ടാകും. പിന്നെ ഇതൊക്കെയാണ് എന്റെ മോസ്റ്റ് ആയിട്ടുള്ള പ്രത്യേകതകൾ എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ ഇൻഡെഹിസെന്റ്, അതായത് പൊട്ടുന്ന ടൈപ്പ് ഫ്രൂട്ടുകളല്ല, ഇൻഡെഹിസെന്റ് ഫ്രൂട്ടുകളാണ്. ഡെഹിസെൻസ് ചെയ്യാറില്ല അവര്. അപ്പൊ അങ്ങനെ പിന്നെ സാധാരണഗതിയിൽ ഇത്തരം ഫ്രൂട്ടുകളിൽ ഒരു സീഡേ കാണാറുള്ളൂ, ഒറ്റ സീഡേ കാണുമോ, സിംഗിൾ സീഡഡ് ആണ് ഇത്തരം ഫ്രൂട്ട്സ് എന്ന് പറയുന്നത്. ഇതൊക്കെയാണ് ഡ്രൂപ്പ് ഫ്രൂട്ടിന്റെ പ്രത്യേകതകൾ. നെക്സ്റ്റ്, ഒബ്സർവ് ദ ഡയഗ്രാം സെൽ സൈക്കിൾ ഗിവൺ ബിലോ, ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയൊക്കെയാണ്. ഐഡന്റിഫൈ ദ സ്റ്റേജ് A, B, C ഇൻ ദ സെൽ സൈക്കിൾ. ഓക്കെ, A എന്ന് പറയുന്ന കാണുമ്പോൾ തന്നെ അറിയാം G1 ഫേസ് ആണ്. ദെൻ B എന്ന് പറയുന്നത് S ഫേസ് ആണ്. അത് കഴിഞ്ഞിട്ട് G2 ഫേസിലേക്ക് അത് കടക്കുന്നു. ഓക്കെ, ഇൻ ആനിമൽസ് മൈറ്റോട്ടിക് ഡിവിഷൻ ഈസ് ഓൺലി സീൻ ഇൻ ദ ഡിപ്ലോയിഡ് സൊമാറ്റിക് സെൽസ്. However, there are few exceptions to this where haploid cells divide by mitosis. Name the organism that shows this phenomenon. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് സാധാരണഗതിയിൽ മൈറ്റോസിസ് നടക്കുന്ന ഡിപ്ലോയിഡ് സെല്ലുകളിലാണ്. എന്നാൽ ചില ജീവികളിൽ ഹാപ്ലോയിഡ് സെല്ലിൽ എന്ത് നടക്കുന്നുണ്ട്? മൈറ്റോസിസ് നടക്കുന്നുണ്ട്. ലൈക്ക് ഫംഗസിൽ അങ്ങനെയാണ്. അതുപോലെ ബ്രയോഫൈറ്റ്സിലൊക്കെ നമുക്കിത് കാണാനായിട്ട് സാധിക്കും. കാരണം അവരൊക്കെ ഹാപ്ലോണ്ടിക് ആയിട്ടുള്ള ജീവികളാണ്, അവരുടെ ശരീരം തന്നെ ഹാപ്ലോയിഡ് ആണ്. അതുകൊണ്ട് അവരിൽ ഗമേറ്റ് ഫോം ചെയ്യുന്നത് മിയോസിസ് വഴിയല്ല, മൈറ്റോസിസ് വഴിയാണ്. മൈറ്റോസിസ് വഴിയാണ്. ഓക്കെ, കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വൈ എസ് ഫേസ് ഇസ് സോ കോൾഡ് സിന്തസിസ് ഫേസ്. എന്തുകൊണ്ടാണ് എസ് ഫേസിനെ അങ്ങനെ വിളിക്കുന്നത്? അവിടെ ഒരു വലിയൊരാളെ സിന്തസൈസ് ചെയ്യുന്നുണ്ട്. ആരെയത്? DNA സിന്തസിസ് നടക്കുന്നത് കൊണ്ടാണ് എസ് ഫേസിനെ എസ് ഫേസ് എന്ന് വിളിക്കാൻ കാരണം. മനസ്സിലായോ? അവിടെ DNA സിന്തസിസ് നടക്കുകയാണ്.
ഓക്കെ, അടുത്ത ചോദ്യം. C4 plants are special. They have special type of leaf anatomy. Name the special type of leaf anatomy shown in C4 plants. സ്ഥിരം ചോദ്യമാണ്. ആൻസർ ക്രാൻസ് അനാട്ടമി. ക്രാൻസ് അനാട്ടമി എന്ന് പറയുന്നതാണ് C4 പ്ലാന്റ്സിന്റെ സ്പെഷ്യൽ അനാട്ടമി. നെക്സ്റ്റ്, ഇല്ലുസ്ട്രേറ്റ് 4 major advantages of C4 plants over C3 plants. C4 പ്ലാന്റ്സിനും C3 പ്ലാന്റ്സും വെച്ച് നോക്കുമ്പോൾ C4 പ്ലാന്റ്സ് ആണ് മോർ എഫിഷ്യന്റ് എന്ന് പറയുന്നത് അല്ലെ. അതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്, ഒന്ന്, C4 പ്ലാന്റ്സിലേക്ക് വരുമ്പോൾ C4 പ്ലാന്റ്സിൽ there is division of labor, അതായത് ജോലി വിഭജിച്ച് കൊടുത്തിട്ടുണ്ട്. മുകളിലുള്ള സെല്ല് അല്ലെ മീസോഫിൽ സെല്ലിൽ എന്ത് ചെയ്യണം, മഡിൽ ഓഫ് ഷീത്ത് എന്ത് ചെയ്യണമെന്ന് ഓരോ സെല്ലിനും പ്രത്യേകം ജോലി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ C4 പ്ലാന്റ്സിൽ ഡിവിഷൻ ഓഫ് ലേബർ ഉണ്ട്, C3 പ്ലാന്റ്സിൽ അതില്ല. അതുപോലെ തന്നെ C4 പ്ലാന്റ്സിൽ ഒരിക്കലും ഫോട്ടോ റെസ്പിറേഷൻ നടക്കുന്നില്ല, പക്ഷെ ഇപ്പുറത്താണെങ്കിൽ ഫോട്ടോ റെസ്പിറേഷൻ പോസിബിൾ ആണ്. അതുപോലെ C4 പ്ലാന്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ടെമ്പറേച്ചർ, അതായത് ഹയർ ടെമ്പറേച്ചറിലും ഫോട്ടോസിന്തസിസ് ചെയ്യാൻ കഴിവുള്ള ചെടികളാണ് C4 പ്ലാന്റ്സ് എന്ന് പറയുന്നത്. C3 പ്ലാന്റ്സിന് അത്രയും ഹൈ ടെമ്പറേച്ചർ ടോളറേറ്റ് ചെയ്യാൻ സാധിക്കില്ല. അതുപോലെ C4 പ്ലാന്റ്സിന്റെ മറ്റൊരു വലിയ പ്രത്യേകതയാണ് അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സ് ചെയ്യാൻ സഹായിക്കുന്നത് PEP ആണ്. PEP കേസ് എന്ന് പറയുന്ന എൻസൈം ആണ്. അത് കാർബൺ ഡൈ ഓക്സൈഡ് ഫിക്സേഷന് മാത്രമേ ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ. എന്നാൽ C3 പ്ലാന്റ്സിൽ അത് സഹായിക്കുന്ന റുബിസ്കോയാണ്. അത് കാർബോക്സിലേഷനും സഹായിക്കും, ഓക്സിഡേഷനും സഹായിക്കും. സോ ഇങ്ങനെയുള്ള C3 C4 പ്ലാന്റ്സിന്റെ ഡിഫറൻസ് എഴുതിയാൽ മതിയാകും, അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് ആക്കി നിങ്ങൾ അതിനെ എഴുതിയാൽ മതിയാകും. നിങ്ങൾക്ക് അത് കോളം വരച്ച് എഴുതിയാൽ അത്രയും നല്ലത്. അത് വേണം ഇല്ല, അല്ലാതെ നിങ്ങൾ പോയിന്റ്സ് ആയിട്ട് എഴുതിയതെങ്കിൽ അതും ഓക്കെയാണ്. കാരണം അഡ്വാൻറ്റേജ് എന്നല്ലേ ചോദിച്ചിട്ടുള്ളൂ, ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടില്ലല്ലോ. സോ അഡ്വാൻറ്റേജ് ആയിട്ട് എഴുതിയാലും ഇഷ്യൂസ് ഇല്ല, ഓക്കെയാണ്, നോ പ്രോബ്ലം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. TCA സൈക്കിൾ ഈസ് ഗിവൺ ബിലോ. ലേബൽ ദ ഇല്ലുസ്ട്രേറ്റ് ABCD. ഓക്കെ, ഇവിടെ നമുക്ക് ക്രെബ്സ് സൈക്കിൾ എത്ര ക്വസ്റ്റ്യൻ ആയി അല്ലേ. അപ്പൊ ക്രെബ്സ് സൈക്കിൾ തന്നിട്ടുണ്ട്, ABCD എന്തൊക്കെയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്കറിയാം A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ സ്റ്റേബിൾ കോമ്പൗണ്ട് ആയിട്ടുള്ള സിട്രിക് ആസിഡ് ആണ്. സിട്രിക് ആസിഡ് പിന്നീട് ആകുന്നത് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് ആണ്. അത് പിന്നീട് സക്സീനിക് ആസിഡ് ആയിട്ട് മാറുന്നു. അത് കഴിഞ്ഞ് മാലിക് ആസിഡ് ആയിട്ട് മാറുന്നു. മാലിക് ആസിഡ് അവസാനം വീണ്ടും ഓക്സാലോ അസറ്റിക് ആസിഡ് ആയിട്ട് മാറുന്നു. അപ്പൊ അതാണ് ABCD എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, നെയിം ദ സയന്റിസ്റ്റ് ഹു ട്രേസ്ഡ് ദ പാത്വേ. അതുകൊണ്ടാണ് ഇത് ക്രെബ്സ് സൈക്കിൾ എന്ന് വിളിക്കുന്നത് അല്ലേ. ദിസ് ഇസ് ക്രെബ്സ് സൈക്കിൾ. അപ്പൊ ക്രെബ് എന്ന് പറയുന്നതാണ് സയന്റിസ്റ്റിന്റെ പേര്. ദെൻ steps in TCA cycle where GTP is synthesized. GTP സിന്തസിസ് നടക്കുന്നത് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡ് സക്സീനിക് ആസിഡിന്റെ ഇടയിലാണ് GDP എന്തായിട്ട് മാറുന്നത്, GTP ആയിട്ട് മാറുന്നത്. അപ്പൊ GTP സിന്തസിസ് നടക്കുന്നത് ആൽഫ കീറ്റോ ഗ്ലൂട്ടാറിക് ആസിഡിൽ നിന്നും സക്സീനിക് ആസിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണ് സംഭവിക്കുന്നത്. ഓക്കെ, സോ നമ്മുടെ ബോട്ടണി കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് നേരെ കടക്കാം നമ്മുടെ സുവോളജി പാർട്ടിലേക്ക്. സുവോളജിയിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അറേഞ്ച് ദ ഫോളോയിങ് ടാക്സോണമിക് കാറ്റഗറീസ് ഇൻ അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡറിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അസെൻഡിങ് എന്ന് പറഞ്ഞാൽ ചെറുതിൽ നിന്ന് വലുതിലേക്ക്. അപ്പോൾ ഏറ്റവും ചെറുതായ സ്പീഷീസ്, നമ്മുടെ കോഡ് എന്തായിരുന്നു, KPC ഓഫ് GS. അതങ്ങ് തിരിച്ചെഴുതി വെച്ചാൽ മതി. സ്പീഷീസ്, ജീനസ്, ഫാമിലി, ഓർഡർ, ക്ലാസ്, ഫൈലം ആൻഡ് കിങ്ഡം. ഓക്കെ, അപ്പോൾ അത് എപ്പോഴും ചെറുതിൽ നിന്ന് വലുതിലേക്ക് തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾ ആരോ മാർക്ക് ഇടണം, എങ്കിലേ അസെൻഡിങ് ഓർഡർ ആകത്തുള്ളൂ കേട്ടോ. ആരോ മാർക്ക് ഇടാൻ മറക്കരുതേ. മറന്നു പോയാൽ ഇനി ഒന്നും ചെയ്യാം, മറക്കരുതേ എന്ന് പറഞ്ഞൊരു കാര്യമില്ലല്ലേ, മറന്നില്ലല്ലോ എന്ന് മാത്രം ചോദിക്കുക. ഓക്കെ, വെൻ ദ ഇൻഹിബിറ്റർ ക്ലോസ്ലി റിസംബിൾസ് ദ സബ്സ്ട്രേറ്റ് ഇൻ ഇറ്റ്സ് മോളിക്കുലർ സ്ട്രക്ചർ inhibits the activity of the enzyme is known as. അതായത് മോളിക്യൂളിന്റെ ഷേപ്പും നമ്മുടെ സബ്സ്ട്രേറ്റിന്റെ ഷേപ്പും, പുറത്തു നിന്നുള്ള ഒരു ഇൻഹിബിറ്ററിന്റെ ഷേപ്പും നമ്മുടെ സബ്സ്ട്രേറ്റിന്റെ ഷേപ്പ് ഒരുപോലെ ആയി കഴിഞ്ഞാൽ അവന്മാർ തമ്മിൽ അടിയാവും അല്ലേ. സോ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോമ്പറ്റേറ്റീവ് ഇൻഹിബിഷൻ എന്നാണ് നമ്മൾ ആ പ്രോസസ്സിനെ വിളിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വോളിയം ഓഫ് എയർ റിമൈനിങ് ഇൻ ദ ലങ്സ് ഈവൻ ആഫ്റ്റർ ഫോഴ്സ്ഫുൾ എക്സ്പിറേഷൻ. നമ്മൾ ഫോഴ്സ് കൊടുത്ത് എയർ കളയാൻ ശ്രമിച്ചാലും കുറച്ച് എയർ ഉള്ളിൽ തന്നെ തങ്ങി നിൽക്കും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് റെസിഡുവൽ വോളിയം, RV എന്ന് വിളിക്കുക അല്ലെ, റെസിഡുവൽ വോളിയം. നെക്സ്റ്റ്, നെയിം ദ ജോയിന്റ് ബിറ്റ്വീൻ അഡ്ജസന്റ് വെർട്ടിബ്രേ ഇൻ ദ വെർട്ടിബിൾ കോളം which has limited movement. അപ്പോൾ നമ്മുടെ വെർട്ടിബിൾ കോളത്തിന് ഇടയിലായിട്ട് കാണപ്പെടുന്ന ജോയിന്റ് ഏതെന്നാണ് ചോദ്യം. അത് നമ്മുടെ കാർട്ടിലേജിനസ് ജോയിന്റ് ആണ്, കാർട്ടിലേജിനസ് ജോയിന്റ്. ഓക്കെ, അതാണ് ലിമിറ്റഡ് മൂവ്മെന്റ് ഉള്ള ജോയിന്റ്. എ കോംപ്ലക്സ് ഡിസോർഡർ which is associated with the loss of glucose through urine successfully treated with the insulin therapy. Name the disease. ഇൻസുലിന്റെ കുറവ് കൊണ്ടുണ്ടാകുന്ന അസുഖം ഏതെന്നാണ്, ഡയബറ്റിസ് മെലിറ്റസ് ആണ് എൻ്റെ ആൻസർ, ഡയബറ്റിസ് മെലിറ്റസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്ഥിരം ചോദ്യം നമ്മുടെ കോർഡേറ്റ ക്യാരക്ടറിസ്റ്റിക്സിൽ ABCD എന്തെന്നാണ് അടയാളപ്പെടുത്താനാണ്. അപ്പൊ A എന്ന് പറഞ്ഞാൽ നമ്മുടെ നമുക്ക് എല്ലാവർക്കും അറിയാം, തെറ്റിക്കാതെ നമ്മൾ എഴുതിക്കൊള്ളണം. എന്താണത്, ദാറ്റ് ഈസ് നെർവ് കോഡാണ്. ആൻഡ് B എന്ന് പറയുന്നത് നോട്ടോ കോഡാണ്. ഇത് ഗിൽ സ്ലിറ്റ്സ് ആണ്. ഇത് പോസ്റ്റ് ഏനൽ ടെയിൽ ആണ്. ഓക്കെ, കറക്റ്റ്.
അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം നമുക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ ബയോമോളിക്യൂൾ. എ എന്ന് പറയുന്നത് നമുക്ക് കാണുമ്പോൾ CH2OH വന്നു കഴിഞ്ഞാൽ അത് സെറിൻ ആണ്. ആൻഡ് ബി OH വന്നിട്ടുണ്ട്, അപ്പോൾ അത് ഗ്ലിസറോൾ ആണ്. ഗ്ലിസറോൾ. ഓക്കെ. നെക്സ്റ്റ്, ഡിഫറൻഷിയേറ്റ് ഏസ്റ്റിവേഷൻ ആൻഡ് ഹൈബർനേഷൻ. ഏസ്റ്റിവേഷൻ എന്ന് പറയുന്നത് സമ്മർ സ്ലീപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്. ഹൈബർനേഷൻ എന്ന് പറയുന്നത് വിന്റർ സ്ലീപ്പിനെ നമ്മൾ വിളിക്കുന്ന പേരാണ്. നെക്സ്റ്റ്, നേച്ചർ ഓഫ് എൻസൈം ആക്ഷൻ ഇസ് ഗിവൺ ബിലോ. എക്സ്പാൻഡ് ES ആൻഡ് EP. ES എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻസൈം സബ്സ്ട്രേറ്റ് കോംപ്ലക്സ് ആണ്. EP എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻസൈം പ്രോഡക്റ്റ് കോംപ്ലക്സ് ആണ്. റൈറ്റ് എനി 2 ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് എൻസൈമാറ്റിക് ആക്ഷൻ. എൻസൈം ആക്ഷൻ അഫക്ട് ചെയ്ത ഫാക്ടേഴ്സ് ഏതൊക്കെയാ? pH ഉണ്ട്, ടെമ്പറേച്ചർ ഉണ്ട്, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ഉണ്ട്. ഇതിൽ ഏതെങ്കിലും 2 എണ്ണം കൊണ്ട് എഴുതി വെച്ചാൽ മതി. ഒബ്സർവ് ദ ഗിവൺ ഡയഗ്രാം. ഓക്കെ, എ എന്ന് പറയുന്നത് ആരാ? അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, ബെലാനോഗ്ലോസസ് ആണ്. എ എന്ന് പറയുന്നത് ബെലാനോഗ്ലോസസ് ആണ്. ആൻഡ് ബി എന്ന് പറയുന്നത് പില, നത്ത എന്നൊക്കെ നമ്മൾ പറയുന്ന പില. ആപ്പിൾ സ്നെയിൽ എന്ന് എഴുതിയാലും മാർക്ക് വരും. ഐഡന്റിഫൈ ദ ഫൈല ഓഫ് ദീസ് ഓർഗാനിസംസ്. ബെലാനോഗ്ലോസസ് എന്ന് പറയുന്നത് നമ്മുടെ ഹെമികോഡേറ്റിൽ പെട്ട ആളാണ്. മൊളസ്കയിൽ പെട്ട ആളാണ് പില എന്ന് പറയുന്നത്. ഇറ്റ് ഇസ് മൊളസ്ക. Okay, next, write the suitable term for the following. Bones are hollow with the air cavities. Air cavity ഉള്ള ബോൺസ് നമ്മൾ വിളിക്കുന്ന പേര് എന്താ? pneumatic bones. It is called pneumatic bones. Next, the property of living organism to emit light. സ്വന്തമായിട്ട് ലൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? That is called bioluminescence. Sexes are not separate. അതിനാണ് ബൈസെക്ഷൽ കണ്ടീഷൻ നമ്മൾ വിളിക്കുന്നത്. ബൈസെക്ഷൽ കണ്ടീഷൻ. സെയിം ക്വസ്റ്റ്യൻ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. വാം ബ്ലഡഡ് ആനിമൽസിനെ വിളിക്കുന്ന പേര് ഹോമിയോതേംസ് എന്നാണ്. ഹോമിയോതേംസ്. വാം ബ്ലഡിനെയാണ് ഹോമിയോതേംസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡയഗ്രാമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് ECG ഈസ് ഗിവൺ ബിലോ. ഓക്കെ, ഇന്ന് രാവിലെ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് P വേവ്, QRS കോംപ്ലക്സ് ആൻഡ് T വേവ് ഇൻഡിക്കേറ്റ്? P വേവ് എന്ന് പറയുന്നത് ഡീപോളറൈസേഷൻ ഓഫ് ഏട്രിയ. QRS കോംപ്ലക്സ് എന്ന് ഡീപോളറൈസേഷൻ ഓഫ് വെൻട്രിക്കിൾസ്. ആൻഡ് T എന്ന് പറയുന്നത് റീപോളറൈസേഷൻ. നെയിം ദ മെഷീൻ യൂസ്ഡ് ടു ഒബ്റ്റെയിൻ ദിസ് ഗ്രാഫ്. ഈ ഗ്രാഫ് കിട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഷീന്റെ പേരാണ് ഇലക്ട്രോകാർഡിയോഗ്രാഫ്. ഇലക്ട്രോകാർഡിയോഗ്രാഫ് എന്നാണ് ആ മെഷീന്റെ പേര്. ആ ഗ്രാഫ്, പുറത്ത് കിട്ടുന്ന ഗ്രാഫിന്റെ പേര് ഇലക്ട്രോകാർഡിയോഗ്രാം എന്നുമാണ്. തലകുത്തനെയാണ് ഈ പേര് വരുന്നത്. ഓക്കെ, അപ്പൊ ഈ മെഷീന്റെ പേര് മറക്കേണ്ട, ഇലക്ട്രോകാർഡിയോഗ്രാഫ് എന്നാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, based on location, muscles are classified into 3. Name the 3 types of muscles found in human body. നമ്മുടെ ശരീരത്തിലെ 3 ടൈപ്പ് മസിൽസ് ഏതൊക്കെയാണ്? ഒന്നെന്ന് പറയുന്നത് സ്കെൽറ്റൽ മസിൽ. ആദ്യം തൊട്ട് പറയാം അല്ലെ. ആദ്യത്തെ നമ്മുടെ വിസറൽ മസിൽസ് or smooth muscle എന്ന് എഴുതിയാലും കുഴപ്പമില്ല. സ്മൂത്ത് മസിൽസ്. ദെൻ സ്കെലിറ്റൽ മസിൽ, പിന്നെ വിസറൽ മസിൽ, ലാസ്റ്റ് കാർഡിയാക് മസിൽസ്. ഇതാണ് 3 ടൈപ്പ് മസിൽസ് ബേസ്ഡ് ഓൺ ലൊക്കേഷൻ. ദ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം ഓഫ് മസിൽ സെൽസ് ഈസ് കോൾഡ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതിലെല്ലാം സാർക്കോ അങ്ങ് ചേർത്താൽ മതി അല്ലേ. സോ ഇറ്റ് ഈസ് കോൾഡ് സാർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. സ്കീമാറ്റിക് ഡയഗ്രാം തന്നിട്ടുണ്ട്. എ എന്നും ബി എന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഐഡന്റിഫൈ ദ ബ്ലഡ് വെസൽ A and B. എ എന്ന് പറയുന്നത് പൾമനറി ആർട്ടറി ആണ്. ബി എന്ന് പറയുന്നത് വെറും ആർട്ടറി ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അയോട്ട എന്ന് എഴുതിയാൽ നോ ഇഷ്യൂസ്, പിന്നീട് ആർട്ടറി ആയിട്ട് മാറിക്കോളും. Then name the blood vessel which carry oxygenated blood from the lungs to heart. ഓക്സിജനേറ്റഡ് ബ്ലഡ് ലങ്സിൽ നിന്നും ഹാർട്ടിലേക്ക് കൊണ്ടുവരുന്നത് ആരെന്നാണ് ചോദ്യം. അത് പൾമനറി വെയിൻ ആണ്. ഓക്കെ, ആ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. 14 കഴിഞ്ഞു. അപ്പൊ നമുക്ക് അടുത്ത് 15ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഒരു മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, വി ലവ് മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻസ്. റീനൽ കാൽക്കുലൈ ആണ് ഫസ്റ്റ് തന്നിരിക്കുന്നത്. റീനൽ കാൽക്കുലൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? കിഡ്നി സ്റ്റോൺ ആണ്. ഇതാ കിടപ്പുണ്ട് മാച്ച് ചെയ്യാനായിട്ട്. യുറീമിയ എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് അക്യുമുലേഷൻ ഓഫ് യൂറിയ ഇൻ ബ്ലഡ് ആണ്. അതാണ് യുറീമിയ. നെക്സ്റ്റ്, റീനൽ ഫെയിലുവർ, അതായത് കിഡ്നി അടിച്ചു പോവുകയാണ്. അപ്പൊ അത് നമ്മൾ റീനൽ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യണം. ഗ്ലോമറുലോ നെഫ്രൈറ്റിസിന് നീര് വെക്കുന്നത്, ഇൻഫ്ലമേഷൻ ഓഫ് ഗ്ലോമറുലൈ ആണ് ഗ്ലോമറുലോ നെഫ്രൈറ്റിസ് എന്ന് പറയുന്നത്. ആ പേരുകൾ വെച്ചൊന്ന് മാച്ച് ചെയ്ത് നോക്കിയാൽ പോലും കിട്ടുമല്ലേ. വളരെ എളുപ്പമാണ് ആ ചോദ്യം. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ എൻഡോക്രൈൻസ് A and B. എന്ത് എളുപ്പമുള്ള ചോദ്യം അല്ലേ. എ എന്ന് പറയുന്നത് അഡ്രീനൽ ഗ്ലാൻഡ് ആണ്. ഇറ്റ് ഈസ് അഡ്രീനൽ ഗ്ലാൻഡ്. ബി എന്ന് പറയുന്നത് തൈറോയ്ഡ് ഗ്ലാൻഡ് ആണ്. 10ാം ക്ലാസ് പഠിച്ച കുട്ടി പോലും ഇത് എഴുതും അല്ലെ. കാരണം 10ാം ക്ലാസ്സിൽ സെയിം സാധനം പഠിക്കാനുണ്ടായിരുന്നു. ആൻസർ ദ ഫോളോയിങ്. Name the part of brain which controls the following. Body temperature, urge, eating, drinking. Okay, വിശപ്പും ദാഹവും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് ആരാ? ഹൈപ്പോതലാമസ് ആണ്. സെൻസറി അസോസിയേഷൻ, മെമ്മറി, കമ്മ്യൂണിക്കേഷൻ, ഇതെല്ലാം നമ്മുടെ സെറിബ്രത്തിന്റെ ജോലിയാണ്. റെസ്പിറേഷൻ, കാർഡിയോവാസ്കുലർ റിഫ്ലക്സസ്, അത് നമ്മൾ അറിയാതെ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം കൺട്രോൾ ചെയ്യുന്നത് മെഡുല്ല. നമ്മൾ പോലും അറിയാതെ അത് ജോലികളെല്ലാം ചെയ്തോളും. ഓക്കെ, സോ 17 കഴിഞ്ഞു. 18ാമത്തെ ചോദ്യം, അക്യുമുലേഷൻ ഓഫ് യൂറിയ ഇൻ ബ്ലഡ് മേ ലീഡ് ടു കിഡ്നി ഫെയിലുവർ ഇൻ സം പേഷ്യൻസ്. നെയിം ദ പ്രോസസ് ഓഫ് റിമൂവ് യൂറിയ ഫ്രം ബ്ലഡ്. യൂറിയ ബ്ലഡിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ ഹീമോഡയാലിസിസ് എന്ന് വിളിക്കുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ റൈറ്റ് ഇൻ 2 പ്രോസസ് ഇൻവോൾവ് ഇൻ യൂറിൻ ഫോർമേഷൻ. യൂറിൻ ഫോർമേഷനിൽ 3 സ്റ്റെപ്സ് ആണുള്ളത്. ഒന്ന് ഗ്ലോമറുലാർ ഫിൽട്രേഷൻ ആണ്, രണ്ടാമത്തത് റീഅബ്സോർപ്ഷൻ ആണ്, ട്യൂബുലാർ റീഅബ്സോർപ്ഷൻ, അടുത്തത് ട്യൂബുലാർ സെക്രേഷൻ ആണ്. ഇതിൽ ഏതെങ്കിലും 2 പ്രോസസ് അവിടെ എഴുതിയാൽ മതിയാകും. Mammals have the ability to produce concentrated urine. Name the mechanism that maintain the concentration gradient in the medullary interstitium. ഇന്ന് രാവിലെ ആരോ കമന്റിൽ ചോദിച്ചത് പ്രകാരം ഞാനിന്ന് എക്സ്പ്ലെയിൻ ചെയ്തൊരു മെക്കാനിസം ആണത്. വേറെ ഒന്നുമല്ല, അത് കൗണ്ടർ കറണ്ട് മെക്കാനിസം ആണ്. കൗണ്ടർ കറണ്ട് മെക്കാനിസം എന്നാണ് അതിന്റെ പേര്. Next question. Some changes taking place during inspiration and expiration is given below. Find out A and B. ഇത്രയും സിമ്പിൾ ചോദ്യം വേറെ ഇന്നുവരെ ചോദിച്ചിട്ട് എനിക്ക് ഓർമ്മ കൂടിയില്ല. അത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണത്. കാരണം ഇൻസ്പിറേഷൻ തന്നിട്ടുണ്ട്, എക്സ്പിറേഷൻ ഓപ്പോസിറ്റ് ആക്കി എഴുതിയാൽ പോരെ. ഡയഫ്രം ആൻഡ് ഇന്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് എന്നാണ്. ഇപ്പുറത്ത് നമ്മൾ എന്ത് എഴുതണം? ഇതേ സാധനം റിലാക്സ് എന്ന് എഴുതണം. അത്രേ ഉള്ളൂ. അപ്പൊ ഡയഫ്രോം ഇന്റർകോസ്റ്റൽ മസിൽസും റിലാക്സ് ചെയ്യുന്നു, അതാണ് എക്സ്പിറേഷൻ സംഭവിക്കുന്നത്. റിബ്സും സ്റ്റേണോ ലിഫ്റ്റ് ഇപ്പുറത്ത് തന്നിട്ടുണ്ട്, അപ്പൊ നമുക്ക് അവിടെ ചെയ്യാനില്ല. വോളിയം ഓഫ് തൊറാസിക് ക്യാവിറ്റി ആൻഡ് ലങ്സ് ഇൻക്രീസ് ചെയ്യുന്നു, ഇപ്പൊ ഇപ്പുറത്ത് ഡിക്രീസ് ചെയ്യുന്നു തന്നിട്ടുണ്ട്, അവിടെ നമുക്കൊന്നും ചെയ്യാനില്ല. ഇൻട്രാ പൾമണറി പ്രഷർ ഇൻക്രീസസ് എന്ന് ഇവിടെ തന്നിട്ടുണ്ട്, അപ്പൊ ഇപ്പുറത്ത് എന്തായിരിക്കും? അത് ഡിക്രീസ് എന്നാക്കി എഴുതിയാൽ പോരെ. എന്ത് എളുപ്പമുള്ള ചോദ്യം അല്ലേ. എല്ലാം അവര് തന്നെ തന്നിട്ടുണ്ട്, നമ്മൾ അങ്ങ് ഓപ്പോസിറ്റ് ആക്കി എഴുതിയാൽ മാത്രം മതി. അടുത്ത ബ്ലഡ് ട്രാൻസ്പോർട്ട് കാർബൺ ഡൈ ഓക്സൈഡ് ഫ്രം ടിഷ്യൂ ടു ലങ്സ് ഇൻ വേരിയസ് മീൻസ്. മെൻഷൻ എനി 2 മെത്തേഡ്സ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട്. കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പല വഴികളുണ്ട് അല്ലേ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 വഴികൾ നമുക്കൊന്ന് എഴുതിയാലോ. കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് 70% ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ബൈകാർബണേറ്റ് അയോൺ എന്ന ഫോമിലാണ്. 20 to 25% ട്രാൻസ്പോർട്ട് ചെയ്യുന്ന ഹീമോഗ്ലോബിൻ ആണ്. ഇനി റിമൈനിങ് ഒരു 7% ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ഡിസോൾഡ് ഫോം ഇൻ പ്ലാസ്മയിലാണ്. ഇത്രയേ ഉള്ളൂ. അതിൽ ഏതെങ്കിലും 2 കാര്യങ്ങൾ എഴുതിയാൽ മതി, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അപ്പൊ ഞാനിപ്പോ ഡിസ്കസ് ചെയ്തത് 19ാമത്തെ ചോദ്യമായിരുന്നു. അങ്ങനെയാണെങ്കിൽ 20ാമത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ഗിവൺ ബിലോ. ആഹാ, ശലവക്കുട്ടന്മാരൊക്കെ വന്നിരിപ്പുണ്ടല്ലോ. എന്താ കാര്യം? ദ എബവ് ഡയഗ്രാം, ദ എബവ് 2 ഓർഗാനിസംസ് എ ആൻഡ് ബി ബിലോങ്സ് ടു ദ സെയിം ഫൈലം. നെയിം ദ ഫൈലം. അയ്യോ, എന്ത് എളുപ്പമുള്ള ചോദ്യം അല്ലേ. ഇത് ഏത് ഫൈലത്തിൽ പെട്ടതായവരൊക്കെ? ആർത്രോപോഡ, ലോകത്തിലെ ഏറ്റവും വലിയ ഫൈലം അല്ലെ. ആർത്രോപോഡ എന്ന് പറയുന്ന ഫൈലത്തിലാണ് ഇവരെല്ലാവരും വരുന്നത്. ആർത്രോപോഡ. Next question. Write any 2 examples of economically important insect from this phylum. Any 1 example. ഒരെണ്ണം എഴുതൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ എഴുതി കൊടുക്കൂ. ഹണി ബി എന്ന് എഴുതൂ, അല്ലെങ്കിൽ എപ്പിസ് എന്ന് എഴുതൂ, അല്ലെങ്കിൽ ബോംബിക്സ് എന്ന് എഴുതൂ, സിൽക്ക് വേം എന്ന് എഴുതൂ, ലാക്ക് ഇൻസെക്ട് എന്ന് എഴുതൂ. ഏതെങ്കിലും എഴുതൂ, നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ, ദെൻ റൈറ്റ് any 4 special characteristics. 4 special characteristics of this phylum. എന്തെല്ലാം ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്? ഇവർക്ക് ബോഡി, ഹെഡ്, തൊറാക്സ്, അബ്ഡോമൻ എന്നാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇവർക്ക് മാൽഫീജിയൻ ട്യൂബ്യൂൾസ് ആണ് അവരുടെ എക്സ്ക്രീറ്ററി ഓർഗനായിട്ട് ആക്ട് ചെയ്യുന്നത്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇവർക്ക് ആന്റിനെ പ്രസന്റ് ആണ്. ഇവർക്ക് കണ്ണുകൾ സിമ്പിൾ ഐ ഉണ്ട്, കോമ്പൗണ്ട് ഐയും ഇവർക്ക് പ്രസന്റ് ആണ്. സ്റ്റാറ്റോസിസ്റ്റ് ആണ് ഇവരുടെ ബാലൻസിങ് ഓർഗൻ ആയിട്ട് ആക്ട് ചെയ്യുന്നത്. അങ്ങനെ എന്തെല്ലാം പ്രത്യേകതകൾ നമുക്ക് ഉണ്ടല്ലേ. അതിൽ ഏതെങ്കിലും 4 പ്രത്യേകതകൾ എഴുതിയാൽ മതിയാകും. മക്കളെ, ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ അല്ലെങ്കിൽ ഈ വർഷത്തെ നമ്മുടെ ബയോളജി ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടായിരുന്നു ക്വസ്റ്റ്യൻ? എല്ലാം എളുപ്പമായിരുന്നോ? എല്ലാം എഴുതിയോ? മാർക്ക് എത്ര കിട്ടുമെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങളുടെ ഒരു കൗണ്ടിങ്ങിൽ കിട്ടുന്ന മാർക്ക് എത്രയാണെന്ന് എല്ലാവരും ഒന്ന് കമന്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ ബയോളജി എക്സാമിനേഷൻ +1 കഴിഞ്ഞിരിക്കുകയാണ്. നമുക്കിനി +2 കണ്ടുമുട്ടാം. എല്ലാവരും നമ്മുടെ അഗ്നി ബാച്ചിലേക്ക് വരണം. നമുക്ക് സൂപ്പർ ആയിട്ട് പഠിക്കാം, അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, അപ്പൊ താങ്ക് യു മക്കളെ. അടുത്ത ക്ലാസ്സിൽ 12th വെച്ച് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അപ്പൊ ലവ് യു ഓൾ. സീ യു ഇൻ ദ 12th ക്ലാസ്. ബൈ ബൈ.